ഞാൻ ഇതിന്റെ കാര്യം നോർത്ത് സൗത്ത് ഒരു എനർജി ലെവലുണ്ട്. പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു സാധനം, അതിലേക്ക് ഞാൻ വരാം. രാമന്റെ കഥ തുടങ്ങുന്നത് ഈ രാമായണ യുദ്ധം തന്നെ പുഷ്പക വിമാനത്തെ ആസ്പദമാക്കിയാണ്. ഓക്കെ, ഇന്ത്യയുടെ പുഷ്പക വിമാനമാണ് എയർ ഇന്ത്യ. നിങ്ങൾ ട്രോളിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നതിന്റെ സെൻസ് എടുക്കണം, ആ സെൻസിബിളായിട്ട് അതിനെ ചിന്തിക്കണം. അതായത് പുഷ്പക വിമാനത്തിന്റെ പേരിൽ രാവണൻ സീതാദേവിയെ കടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ത്യയുടെ പുഷ്പക വിമാനമാണ് എയർ ഇന്ത്യ. 48 മണിക്കൂറിനുള്ളിൽ അത് ക്രാഷ് ലാൻഡ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ഇവിടെ നല്ല ആത്മീയപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് കോഴിക്കോട് ഈ മലബാർ ഏരിയയിലുള്ളവരാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവരെ പല ആളുകളും റിപ്പോർട്ട് ചെയ്തതും അത് സംബന്ധിച്ച പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളുകളാണ്. അതേപോലെ തന്നെ ഈ അയോധ്യയിലെ ഇതിനെ എതിർത്തും അനുകൂലിച്ചും സംസാരിച്ച ആളുകളും അല്ലെങ്കിൽ വാർത്ത കൊടുത്ത ആളുകളൊക്കെ ഇന്ന് വരെ ഇവിടുത്തെ താങ്കളും ഒരു വലിയ ആത്മീയ നേതാവായിരിക്കാം. അതേപോലെ അത് കുറെ ആളുകൾ ഞാൻ നേതാവൊന്നുമല്ല പറയട്ടെ. അതേപോലെ ഇവിടുത്തെ ആരും ഇതുവരെ അങ്ങനെ ഒരു ഇത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാര് പറയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, അവര് കിളിർത്ത വിത്തിലല്ല ഭദ്രാനത്ത് മുളച്ചത്. അതുകൊണ്ടായിരിക്കും അവര് ചെയ്യുന്നത് പോലെയാണോ? ഇപ്പൊ അങ്ങ് എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങേക്ക് ഒരു കാമുകി, ഒരു പെണ്ണ് അങ്ങേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വേറെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അപ്പൊ ആ പെണ്ണിനോട് അങ്ങേക്ക് ഒരു മോഹം തോന്നും, ഒരു ഇഷ്ടം തോന്നും, ഒരു ബഹുമാനം തോന്നും. അത് അങ്ങയുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, അങ്ങയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അത് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നിൽ നിന്ന് വന്നവരാണ്, ബ്രഹ്മം പലതായപ്പം വന്നവർ തന്നെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അബ്ദുൽ കലാമിന് തോന്നുന്ന കാര്യം ISROയിലെ ബാക്കി നമ്പിനാരായണന് തോന്നണ്ടേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വേറൊരു സഹോദരൻ ഇവിടെ നിന്ന് ആദ്യമേ എന്തൊക്കെ പ്രഭാഷണം നടത്തുമെന്ന് ചോദിച്ചിട്ട് പോകില്ലേ, അതെല്ലാം കൂടെ തുടക്കത്തിൽ അത് പറഞ്ഞു വന്ന. ഈ പല്ലും നഖവും ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതരം ഒരു ജീവിയുണ്ട്. രാത്രി കാലങ്ങളിൽ മരത്തിൽ കയറി തേങ്ങ പൊട്ടിക്കാൻ കയറുന്ന ഒരു മരപ്പട്ടി എന്ന് പറയും. ഇയാൾ അതിന്റെ പുനർജന്മമാണോ എന്നുള്ളത് സമൂഹത്തിനോട് വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. ഇത് ഈ വെള്ളാപ്പള്ളിയോടുള്ള ഇപ്പോഴത്തെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണെന്ന്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുരേന്ദ്രൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ അദ്ദേഹത്തിനെ വളർത്തിയ RSSകാരോട് അത് കാണിക്കണമായിരുന്നു. അപ്പൊ ഇതിപ്പോ ക്രിസ്ത്യാനികളോട് ഈ കാണിക്കുന്നതൊന്നും ക്രിസ്ത്യാനികളെ അത്രയും മാത്രം വോട്ട് ഇവർക്ക് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവർ അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോ മോദിജി ഇറ്റലി പോയതിന്റെ പേരിലുള്ള ഒരു പ്രഹസനമാണ് ഇവിടെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. മര്യാദ രാമനോ? അത് BJPയുടെ ഇതല്ലേ? BJP അത് എല്ലാവരെയും BJP ഇഷ്ടപ്പെടുന്നതായിരിക്കണം, എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് ധർമ്മമല്ലപ്പ. ദൈവം, നമ്മളെല്ലാം ദൈവമാ. അങ്ങും ദൈവമാ, ഞാനും ദൈവമാ, എല്ലാം നമ്മൾ ദൈവത്തിന്റെ അംശമാണ്. ഈ രാമൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാധിക്കുന്ന രാവണനെയാണ്. തന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത്, ശിവപൂജ പറഞ്ഞു കൊടുത്ത്, ശിവക്ഷേത്രത്തിൽ എല്ലാത്തിനും പവർ കൊടുത്തിരിക്കുന്ന രാവണനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തേ രാമനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? രാവണൻ ഇഷ്ടപ്പെടണ്ടേ? രാവണന്റെ എന്ത് ക്വാളിറ്റിയാ രാമനുള്ളത്? ഞാനൊരു പഴയ ചെറിയ ബാലസ്വയംസേവനാണ്. ഞാൻ ചെറുപ്പത്തിൽ സംഘത്തിൽ പോയത്. അതിലെന്താണെന്ന് സംഘത്തിന്റെ എക്സ്ട്രീം ലെവൽ വരെ എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. പക്ഷെ എന്ന് കരുതി ഇവര് കാണിക്കുന്ന എല്ലാ ഇതിനെയും ഞാൻ അംഗീകരിക്കത്തില്ല BJP കാണിക്കുന്നത്.